ഈ പ്രതികൾ ജാമ്യത്തിൽ പോയതുകൊണ്ട് കേസിന് ദൂഷ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവരുടെ റൈറ്റല്ലേ. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി കൃത്യമായ ഒരു കുറ്റച്ചാർജ് കൊടുത്താൽ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും ആവശ്യമില്ലാത്ത പേടിയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ഊറ്റിക്കൊണ്ടുപോയ സ്വർണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം സ്വർണം കിട്ടും. ഒരു കുറ്റം പറ്റ ചാർജ് ഷീറ്റ് കൊടുക്കുക, കൃത്യമായ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുക. കേസിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എത്ര താമസിച്ചാലും അതിൻ്റെ എവിഡൻസ് എല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ ട്രയൽ നടത്തി കഴിയുമ്പോൾ കോടതിക്ക് അതിൻ്റെ അകത്ത് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. തന്ത്രിയുടെ അറസ്റ്റ് ഒരു അനിവാര്യമായിരുന്നില്ല ഇപ്പം. അത് വേണമെന്നുണ്ടെങ്കിൽ കുറ്റച്ചാർജ് എല്ലാം തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അനിവാര്യത ഉണ്ടെങ്കിൽ അന്നേരം അറസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. 1-2 പേരെ മാപ്പ് സാക്ഷിയാക്കും. അത് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പം SIT അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് തീരുമാനിക്കുന്നത്, ആരെ മാപ്പ് സാക്ഷിയാക്കണം. 2.5 കോടി രൂപ തന്ത്രിയുടെ ബാങ്ക് ഇട്ട് നഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതിന് വേറെ എന്ത് ചെയ്യാനൊക്കും? നഷ്ടപ്പെട്ടു. അത് സ്വർണം വിറ്റ പൈസയൊന്നുമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി ഉറപ്പു നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് ഹൈക്കോടതി നിർണായകമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കുറച്ചുകൂടി സമയം നൽകൂ എന്നും ഹർജിക്കാരോട് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെല്ലാം പുറത്തിറങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്നു. അത് കുഴപ്പമില്ല, ജാമ്യം കിട്ടി പുറത്തു വരട്ടെ, അന്വേഷണം ശക്തമായി തുടർന്നാൽ മതി എന്നാണ് സാർ മുൻപൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ജയിലുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, വഴിയില്ല. കാരണം കുറേയൊക്കെ അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുമായിരിക്കാം, പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നണേ. ഈ പ്രതികൾ ജാമ്യത്തിൽ പോയതുകൊണ്ട് കേസിന് ദൂഷ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവരുടെ റൈറ്റല്ലേ. 60 ദിവസം 90 ദിവസം 2 കാലഘട്ടങ്ങളാണ് ക്രിമിനൽ നടപടിക്രമത്തിൽ പറയുന്നത്. കാരണം 10 വർഷത്തിനകം ശിക്ഷയുള്ള കേസുകളൊക്കെ അങ്ങനെയുള്ളവർക്ക് 60 ദിവസം വരെ ജയിലിൽ റിമാൻഡ് ചെയ്യാം. അതിനുശേഷം അവർക്ക് ജാമ്യം കൊടുക്കണം. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന കേസുകളിലൊക്കെ 90 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഇംപ്രസ്, ജീവപര്യന്തം തടവ്, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ അത് 10 വർഷത്തിൽ കൂടുതൽ വരുന്നതുകൊണ്ട് 90 ദിവസം വരെ റിമാൻഡിൽ സൂക്ഷിക്കാം, പിന്നെ ജാമ്യം കൊടുക്കണമെന്നാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നത്. അതുകൊണ്ട് ജാമ്യത്തിൽ പോകുന്നത് കൊണ്ട് കേസിന് ദൂഷ്യമൊന്നുമില്ല. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി കൃത്യമായ ഒരു കുറ്റച്ചാർജ് കൊടുത്താൽ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും ആവശ്യമില്ലാത്ത പേടിയാണ്. അതുകൊണ്ട് പ്രതികൾ ജാമ്യത്തിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ കണ്ടീഷനോട് കൂടി തന്നെയായിരിക്കും ജാമ്യം. അവർ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ തെളിവ് നശിപ്പിക്കുക സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അവരുടെ ബെയിൽ ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അത് പെട്ടെന്ന് ഈ കേസിനകത്ത് പ്രത്യേകിച്ചും പെട്ടെന്ന് ബെയിൽ ക്യാൻസൽ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ കേസ് ശബരിമല കൊള്ള കേസ് വരുമെന്ന് കണ്ട് പ്രതികൾ ഒന്നിച്ചിരുന്ന് കഥകൾ ഉണ്ടാക്കിയെന്നും എങ്ങനെ നീങ്ങണമെന്ന് തീരുമാനിച്ചുവെന്നും SIT പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതികളുടെ പദ്ധതി പോലെയാണോ കേസിന്റെ ഇപ്പോഴത്തെ പോക്ക്, അല്ലെങ്കിൽ കേസിന്റെ ഗതി? അങ്ങനെയൊന്നുമല്ല. പ്രതികൾ എന്ത് ചെയ്താലും, കാരണം എവിഡൻസ് അവർക്ക് അഗൻസ്റ്റായിട്ട് ധാരാളം SIT കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ തൊണ്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ആ തൊണ്ടി സാധനങ്ങൾ തീർച്ചയായിട്ടും അവിടുന്ന് ഊറ്റിക്കൊണ്ടുപോയ സ്വർണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം സ്വർണം കിട്ടും. അങ്ങനെ പകരം തൊണ്ടി സാധനം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കാരണം ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് തൊണ്ടി സാധനങ്ങൾ സ്വർണ്ണമാണ്. അതെപ്പോഴും സ്വർണം കൈമാറ്റം ചെയ്യുകയോ ഉരുക്കി പോവുകയും ചെയ്യും. പകരം സ്വർണ്ണമേ കിട്ടുകയുള്ളൂ. അതേ സ്വർണം തന്നെ ആണെന്ന് സ്ഥാപിക്കാനും കഴിയില്ല. അങ്ങനെ കുറ്റച്ചാർജ് പറഞ്ഞാലും അതേ സ്വർണ്ണമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാനൊക്കും? അതുകൊണ്ട് സ്വർണം പകരം അവിടുന്ന് പോയ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളേ ഉള്ളൂ. സ്വർണം വീണ്ടെടുക്കാൻ കഴിയില്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ ആ വിറ്റ് അവർക്ക് ലഭിച്ച പണം എത്രയാണെന്ന് അറിയാനൊക്കും. അത് സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാലും മതി. അല്ലാതെ കൃത്യമായിട്ട് ആ തൊണ്ടി, മറ്റുള്ള കേസ് പോലെയല്ല ഇതിൻ്റെ സ്വഭാവം. സ്വർണം പല വീടുകളിൽ നിന്ന് മോഷണം പോയാലും അത് ഉരുക്കി, അത് വിറ്റ് കള്ളന്മാർ അത് ഉരുക്കി, കടക്കാർ ഉരുക്കി അതൊക്കെ അങ്ങ് പോവും. അതേ സാധനം കിട്ടുന്നത് അതിൽ നല്ല ഉരുപ്പടികളുണ്ടെങ്കിൽ അവർ പോളിഷ് ചെയ്ത് അവരുടെ കടയിലൊക്കെ വെക്കും. ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അത് ഒറിജിനൽ സാധനം കിട്ടിയെന്ന് വരും. അല്ലാത്ത സന്ദർഭത്തിൽ അത് ഇൻകോട്ട്സ് ആയിട്ടേ കിട്ടുകയുള്ളൂ.
ഇവിടെ SITക്ക് കുറ്റപത്രം തയ്യാറാക്കാൻ ഇനിയും അധികം സമയം വേണമെന്ന് സാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ജാമ്യവ്യവസ്ഥകൾ പാലിച്ചാൽ 1 വർഷത്തോളം പ്രതികൾ പുറത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുമാണ്. അത് കേസിന്റെ ഒരു താളം തെറ്റിക്കുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഇത് 1 വർഷത്തിനകം എല്ലാം അന്വേഷിക്കുക. എത്ര കേസ് എടുത്തിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം തന്നെ 3 കേസുണ്ട്. ഇനി പല കേസുകളും എടുക്കേണ്ടി വരും. ആ പല കേസിന് പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് പോകും. അത് മുൻകൂർ ജാമ്യത്തിന് അവർക്ക് ലഭിച്ചാലും പ്രശ്നമൊന്നുമില്ല. പല കേസിനകത്ത് പ്രതിയാകുക, ഒരു കുറ്റം പറ്റ ചാർജ് ഷീറ്റ് കൊടുക്കുക, കൃത്യമായ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുക. അവർ പറഞ്ഞാൽ ഒരു സാക്ഷി മതി, അധികം സാക്ഷിയൊന്നും ആവശ്യമില്ല. ഒരാൾ മോഷണം നടത്തിയെന്ന് ശബരിമലയിലെ സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയെന്ന് അത് കൃത്യമായ പറയാൻ പറ്റുന്ന ഒരു സാക്ഷി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അധികം സാക്ഷിയൊന്നും വേണം, 1-2 സാക്ഷികളും മതി ഇത് പറയാനും. കോടതി തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും. ആ സാക്ഷി വിസ്താരം കോടതി നേരിട്ട് കേൾക്കുകയാണ്. അതിൻ്റെ അത് സത്യമുണ്ടെന്ന് തോന്നിയാൽ ശിക്ഷിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ടത് SIT പലതവണയും നിർണായകമായ അറസ്റ്റുകൾ നടത്തിയത്, CPM നേതാക്കളുടെ ഉൾപ്പെടെ അറസ്റ്റുകൾ നടത്തിയത് ഹൈക്കോടതിയുടെ ശാസനയ്ക്ക് ശേഷമാണ്. കേസിലെ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തു, അവർ ജാമ്യത്തിലിറങ്ങുന്നു. ഇനി അന്വേഷണം മാത്രമാണ് നടക്കുക. വാർത്താ പ്രാധാന്യം കുറയുന്നതോടെ SITയുടെ അന്വേഷണം വീണ്ടും മന്ദഗതിയിലാകുമോ? ഇല്ല, SIT അവർ ഒരു മന്ദഗതി ഇതിനകത്ത് പോയില്ല. കാരണം ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സമ്മർദ്ദം ഉണ്ടാകാം. കാരണം അവരൊക്കെ സംസ്ഥാന പോലീസ് സേനയിലുള്ളവരല്ലേ. അവർക്കൊക്കെ ചിലരെ പ്രൊമോട്ട് ചെയ്ത് IPS ഒക്കെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും സാരമില്ല. കാരണം ഒരു കേസിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എത്ര താമസിച്ചാലും അതിൻ്റെ എവിഡൻസ് എല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ ട്രയൽ നടത്തി കഴിയുമ്പോൾ കോടതിക്ക് അതിൻ്റെ അകത്ത് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. ആൾക്കാരെ സാക്ഷിമൊഴികൾ കോടതി നേരിട്ട് കേൾക്കുകയല്ലേ. അതിനകത്ത് എത്ര ശതമാനം കള്ളമുണ്ടെന്നൊക്കെ കോടതിക്ക് അറിയാം. അതുകൊണ്ട് ഒരു കുറ്റമറ്റ ഒരു ചാർജ് ഷീറ്റ് SITക്ക് കൊടുക്കാൻ കഴിവുള്ളവരാണ് അതിൻ്റെ അകത്തുള്ള ശശിധരനും ആ ടീമും ഒക്കെ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു ഭയവും പേടിയില്ല. അവർ പ്രതികൾ ജാമ്യത്തിൽ പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അവരുടെ റൈറ്റല്ലേ, പൊക്കോട്ടെ. പല പത്രക്കാരും ചാനലുകാരും ഒക്കെ പ്രതികൾ ജാമ്യത്തിന് പോയി, അത് രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ടാണ്, അതുകൊണ്ട് കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതി തെറ്റായ രീതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഹൈക്കോടതിക്ക് കഴിയും. സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും അത് കഴിയും. അതുകൊണ്ട് ആ സൈസ് അഭ്യാസമൊന്നും ഹൈക്കോടതി മുമ്പിൽ ചിലവാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമല കൊള്ള ഉയർത്തി നിയമസഭയിലും പ്രതിപക്ഷം വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നു, വലിയ പ്രതിഷേധത്തിലുമാണ്. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം വന്നതിന് ശേഷം മാത്രം CPM നേതാക്കളായ ദേവസ്വം ബോർഡ് മുൻ പ്രതിനിധികളെ അറസ്റ്റ് ചെയ്തത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നില്ലേ? ആരോപണത്തിൽ കുറേയൊക്കെ കഴമ്പുണ്ടാവും. കാരണം SIT സ്മൂത്തായിട്ട് അങ്ങ് മുന്നോട്ട് പോകണം. ഈ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അറസ്റ്റ് പെട്ടെന്ന് ഹേസ്റ്റി ആകരുത്. പെട്ടെന്ന് ഒരു അറസ്റ്റൊന്നും ആവശ്യമില്ല. ഒരു കേസിൻ്റെ അന്വേഷണം മധ്യേ ആ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പം ആ അറസ്റ്റ് അനിവാര്യമെന്ന് ആ SITക്ക് തോന്നും. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ബഹളം വെച്ചിട്ടൊക്കെ ചില കേസിലൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ഇദ്ദേഹത്തെ ചേർത്ത് സ്ലിപ്പുണ്ടാവും. ഇവിടെ കൃത്യമായ ആൾക്കാരെയൊക്കെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് 4-5 പേരെ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ കേസിൻ്റെ സ്വഭാവം അത്ര വ്യക്തതയില്ല. കേസ് ഡയറി ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എങ്കിലും ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പ്രോഗ്രസ് അവരുടെ മനസ്സിലും ഉണ്ടാവും, കേസ് ഡയറിയിലും ഉണ്ടാവും. മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം കേസ് ഡയറി എഴുതിയാണ് പോകുന്നത്. അതുകൊണ്ട് ആ കേസിനകത്ത് ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അറസ്റ്റും അവരുടെ പേരിൽ നല്ല കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, ഇതിനകത്ത് ആ തന്ത്രിയുടെ അറസ്റ്റിന് ഈ അറസ്റ്റ് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം തന്ത്രിയുടെ അറസ്റ്റ് ഒരു അനിവാര്യമായിരുന്നില്ല. ഇപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ കുറ്റച്ചാർജ് എല്ലാം തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അനിവാര്യത ഉണ്ടെങ്കിൽ അന്നേരം അറസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നത്. കാരണം തന്ത്രി അവിടുന്ന് സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയി ഈ ദ്വാരപാല ശില്പത്തിലെയും കട്ടിലപ്പടിയിലേക്ക് സ്വർണം മറ്റേ കള്ളന്മാരെ പോലെ മോട്ടിച്ചുകൊണ്ട് പോയെന്ന് അങ്ങനെ ഒരു ആക്ഷേപമില്ല. അങ്ങനെ ഒരു എവിഡൻസും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ അറസ്റ്റ് ഹേസ്റ്റിയായെന്ന് ഞാൻ പറയുന്നത്. സർ, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഇടപെട്ടിരിക്കുന്ന ചില പ്രതികളെ SIT മാപ്പ് സാക്ഷിയാക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്?
അത് ചിലപ്പം 1-2 പേരെ മാപ്പ് സാക്ഷിയാക്കും. അത് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പം SIT ആ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് തീരുമാനിക്കുന്നത്, ആരെ മാപ്പ് സാക്ഷിയാക്കണം. ചില ഭാഗത്തൊക്കെ എവിഡൻസ് കുറവായിരിക്കും, അന്വേഷണത്തിൽ ചിലപ്പോൾ എവിഡൻസ് കിട്ടില്ല. അങ്ങനെയുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ തന്നെ തീർച്ചയായിട്ടും മാപ്പ് സാക്ഷികൾ തയ്യാറാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകും. അതിനകത്ത് മാപ്പ് സാക്ഷികളെ ഇവിടെ സ്വർണം മോഷ്ടിച്ചു എന്ന് അറിവുള്ള ഏക വ്യക്തി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്ത്രിയാണ്. തന്ത്രിക്ക് അത് അറിയാം, കാരണം പൂജ നടത്തുന്ന ആൾ അങ്ങേരാണല്ലോ. അങ്ങേര് പല ഭക്തരുടെ നിന്നൊക്കെ പണം വാങ്ങിച്ചത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിയും ഒക്കെ ആ പൂജ കഴിഞ്ഞാൽ നേരെ ദക്ഷിണേന്ത്യയിൽ എല്ലാ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഇവരെ കാണുമ്പം ആ ഭയഭക്തിയോട് ബഹുമാനത്തോടെ അവിടുത്തെ ശബരിമല ഭക്തന്മാരെല്ലാം അവിടെ വരും, അവരെ കാല് തൊട്ട് വന്നിക്കും, അവർക്ക് ദക്ഷിണകൾ ധാരാളം വാരിക്കോരി കൊടുക്കും. അത് അവർക്കുള്ള പണമാണ്, അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. അതിനകത്ത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കത് കിട്ടട്ടെ, ഇഷ്ടംപോലെ കോടിക്കണക്കിന് കിട്ടട്ടെ. 2.5 കോടി രൂപ തന്ത്രിയുടെ ബാങ്ക് ഇട്ട് നഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതിന് വേറെ എന്ത് ചെയ്യാനൊക്കും? നഷ്ടപ്പെട്ടു. അത് സ്വർണം വിറ്റ പൈസയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ കർമ്മം കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ചില പണങ്ങളാണ്. അത് വാരിക്കോരി ചിലർ കൊടുക്കും. അതിനെന്താ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സാർ, എന്തായാലും നമുക്ക് ഇനി ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തതും പ്രശാന്തിനെ ചോദ്യം ചെയ്തതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അന്വേഷണത്തിൽ ഇടപെട്ടോ? SITയെ ഒന്ന് പിടിമുറുക്കിയിട്ടുണ്ടോ സർക്കാർ? എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.